ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കർ OTT എത്തിയപ്പോൾ തരംഗമാവുകയാണ്. 5 ഭാഷകളിലാണ് OTT ഈ സിനിമ എത്തിയിരിക്കുന്നത്. ഇതിനോടകം OTT വൻ തരംഗമായി മാറുന്നു. ഒപ്പം തിയേറ്ററിൽ വീണ്ടും സിനിമ തരംഗമാകുന്നു. ഇന്ന് കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം ഇതുവരെ ലഭ്യമായത് ഇന്നലെ ലഭിച്ച അതേ കണക്കുകൾ തന്നെയാണ്. അതായത് 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, ഏകദേശം 9-10 ലക്ഷം രൂപയാണ് ഇന്നും കേരള തിയേറ്ററിൽ നിന്ന് സിനിമയ്ക്ക് കിട്ടുന്നത്. നമുക്കറിയാം, വളരെ കുറച്ച് ഷോകൾ മാത്രമാണ് ഇന്നുള്ളത് എന്നുള്ളത്. നാളത്തെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, മൾട്ടിപ്ലക്സുകളിലാണ് സിനിമ കൂടുതലുള്ളതെങ്കിലും അവിടെയെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ ഇന്നേ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് നാളെ പല സ്ഥലങ്ങളിലും മൾട്ടിപ്ലക്സുകളിൽ ടിക്കറ്റിന് 99 രൂപയുണ്ട്. അത് മാക്സിമം ജനങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. തമിഴ്നാട്ടിലെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ OTT റിലീസായിട്ടും അവിടെ മികച്ച രീതിയിലുള്ള ഒരു ഒക്യുപ്പൻസി അല്ലെങ്കിൽ നല്ല തിയേറ്റർ നമുക്ക് കാണാൻ കഴിയുന്നു. തിയേറ്റർ കൗണ്ടുകൾക്ക് കുറവില്ല. പ്രത്യേകിച്ച് ചെന്നൈ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 100-നടുത്തുള്ള ഷോകളാണ് സിനിമയ്ക്ക് ഉള്ളത്. ഒരു സിനിമ OTTയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടും അത്രത്തോളം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ എന്തുകൊണ്ടും മികച്ച് നിൽക്കുന്നു. കാരണം നല്ല സിനിമയാണെങ്കിൽ പോലും OTTയിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ കുറയുമെങ്കിൽ ഇവിടെ അങ്ങനെയില്ല. അതായത് ഒരു പക്ഷേ ഈ ഒരു സിനിമ ഇനിയും തിയേറ്ററിൽ നിന്ന് മിനിമം ഒരു 3 കോടിയെങ്കിലും നേടുമെന്നുള്ളതാണ്. ഇതിനോടകം 120 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 23.5 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 18 കോടിയോളമാണ് സിനിമ എത്തി നിൽക്കുന്നത്. എന്താണേലും മികച്ച കളക്ഷനോട് കൂടെ പോകുമ്പോൾ ഹിന്ദി വെർഷനിലെ ഓപ്ഷൻ അല്ലെങ്കിൽ എന്താണ് ആളുകളുടെ ആ ഒരു റെസ്പോൺസാണ് നമുക്ക് കാണാൻ ചിന്തിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകളും വന്നിട്ടില്ല. എന്താണേലും OTTയിൽ വന്നപ്പോൾ കൂടുതൽ ജനങ്ങൾ ഇതൊരു മികച്ച സിനിമ എന്നുള്ള ലേബൽ കൊടുക്കുകയും തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ തിരക്കിട്ട് ഈ സിനിമ കാണുകയും ചെയ്യുന്നു. നിങ്ങളിൽ ആരൊക്കെയാണ് OTTയിൽ ഈ സിനിമ കണ്ടത്? ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.